സുനിൽ ഐസക് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് മോർണിംഗ് ഷോയൊപ്പം. സുനിൽ, നോക്കൂ, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ആർക്ക് ഒരു മേൽക്കോയ്മയുണ്ടോ അവരായിരിക്കും ഭരണപക്ഷത്ത് എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അത് പ്രകാരം നോക്കിയാൽ ഏത് രീതിയിലാണ് മുന്നണികളുടെ ഒരു കണക്ക് കൂട്ടൽ തിരുവനന്തപുരത്ത്? കാരണം ഇത്തവണ പല മണ്ഡലങ്ങളിലും നല്ല ടൈറ്റ് ഫൈറ്റായിരുന്നു. ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് മുന്നണികൾ കണക്ക് കൂട്ടുന്നത്? വിനിഷ, എല്ലാവരും കണക്ക് കൂട്ടുന്ന തിരക്കിലാണ്. CPM-ന്റെ കണക്കുകൂട്ടൽ നമ്മൾ നേരത്തെ കണ്ടു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണത്തെ കോവളം നഷ്ടപ്പെട്ടാലും ബാക്കിയുള്ള 13 സീറ്റുകളും LDF-നൊപ്പം തന്നെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് CPM പങ്കുവയ്ക്കുന്നത്. പക്ഷേ UDF ആവട്ടെ കുറെ കൂടി വലിയ പ്രതീക്ഷ തിരുവനന്തപുരത്ത് വയ്ക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല, തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അടിപതറിപ്പോയി UDF എന്നതായിരുന്നു യാഥാർത്ഥ്യം. അത് പത്തനംതിട്ടയിലായാലും കൊല്ലത്തായാലും ഇവിടെ തിരുവനന്തപുരത്തായാലും ഒക്കെ വലിയ തിരിച്ചടി ഉണ്ടായി. ഈ 3 ജില്ലകളിലായി UDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ കിട്ടിയത് 3 സീറ്റുകൾ മാത്രമാണ്. ഇത്തവണ പക്ഷേ അത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് UDF-ന് എത്താൻ കഴിയൂ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു UDF നടത്തിയിരുന്നത്. അതിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മാത്രം കണക്കെടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ 5 സീറ്റിലെങ്കിലും വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് 2 ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കോവളം സിറ്റിംഗ് സീറ്റാണ്, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നെയ്യാറ്റിൻകരയിലും തിരുവനന്തപുരം സെൻട്രലും വിജയം ഉറപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്. കാരണം തിരുവനന്തപുരം സെൻട്രൽ നമുക്കറിയാം CP ജോണാണ് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. CMB-ക്കാണ് ആ സീറ്റ് നൽകിയത്. അവിടെ സുധീർ കരമനയായിരുന്നു എതിരാളി. പക്ഷേ സ്ഥാനാർത്ഥി എത്താൻ വൈകിയതും ഒപ്പം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അതൃപ്തിയും മുന്നണിയിലുള്ളിൽ ഉണ്ടായ പ്രശ്നങ്ങളുമൊക്കെ LDF-ന് തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം ഈ ലത്തീൻ വോട്ടുകളും ഈ ഒരു കാരണങ്ങൾ കൊണ്ട് CP ജോണിന് UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന പ്രതീക്ഷയാണ് UDF നൽകുന്നത്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് CP ജോൺ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിലും ഇത്തവണ സാമുദായിക വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ ഈ 3 സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് UDF എന്നാണ് നമുക്ക് കോൺഗ്രസ് UDF ക്യാമ്പുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് അതിനൊപ്പം പറയേണ്ടത് നെയ്യാറ്റിൻകരയും കാട്ടാക്കടയും അരുവിക്കരയുമാണ്. അവിടെയും UDF-ന് അനുകൂലമായി ഈ നാടാർ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്തവണ നാടാർ വിഭാഗം UDF-നെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് N ശക്തന്റെ സ്ഥാനാർത്ഥം അടക്കമുള്ള പല ഘടകങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാടാർ വോട്ടുകളുടെ വലിയ ഏകീകരണം UDF-ന് അനുകൂലമായി നടന്നു എന്നാണ് അവരുടെ പ്രതീക്ഷ. മറ്റൊന്ന് ചിറയൻകീഴാണ്. ചിറയൻകീഴിലും ഒരു പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടിയുണ്ട്. ഇവിടെയൊക്കെ ഈ CSI വോട്ടുകളും വലിയ നിർണായകമാവുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ. അവിടെ TT പ്രവീണിന് തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നൽകിയതോടുകൂടി CSI സഭയുമായി ഒരു തരത്തിൽ ധാരണയിലെത്താൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷ. അത് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് എടുത്ത ഒരു രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു നീക്കം നടക്കുന്നത്. ആ നീക്കം വിജയം കണ്ടിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പരമ്പരാഗതമായി ലത്തീൻ സമുദായമാണ് UDF-നൊപ്പം നിൽക്കുന്നത്. CSI സഭ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിനൊപ്പം LDF-നൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ നിന്ന് വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. ഇത്തവണ CSI സഭ കൃത്യമായി അവരുടെ വോട്ടുകൾ UDF-ന് അനുകൂലമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന് K മുരളീധരൻ മത്സരിച്ച വട്ടിയൂർക്കാവാണ്. അവിടെ വലിയ ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് എന്ന് കണക്ക് കൂട്ടുമ്പോഴും പക്ഷേ ആ ശ്രീലേഖയ്ക്ക് പൂർണ്ണമായും BJP വോട്ടുകളെ ക്യാൻവാസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് പൊതുവായ വിലയിരുത്തൽ. അത് BJP കേന്ദ്രങ്ങളിൽ പോലും അത്തരത്തിലൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് പരമ്പരാഗതമായി കിട്ടുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ, ആ വോട്ടുകൾ ആർക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. അത് PS പ്രശാന്തിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത് K മുരളീധരനാണ്. അതുകൊണ്ട് K മുരളീധരൻ വട്ടിയൂർക്കാവുമായി നേരത്തെ വ്യക്തിപരമായ ബന്ധമുണ്ട്. ഇവിടുത്തെ സമുദായ സംഘടനകളുമായി വലിയ ബന്ധമുള്ള നേതാവാണ്. അതുകൊണ്ട് ആ വോട്ടുകൾ മുരളീധരന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി അവർ പങ്കുവയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ മുരളീധരനും ജയിച്ചു കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ കണക്കുകൂട്ടലുകളാണ് മുന്നണികൾ, സ്ഥാനാർത്ഥികൾ ഒക്കെ ഉള്ളത്. എന്തായാലും കണക്കുകൂട്ടലുകൾക്ക് എന്തായാലും 4-ാം തീയതി വരെ ആയുസുണ്ട്. അതുവരെ കാത്തിരിക്കുക എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്.